എല്ലാ കൂട്ടുകാർക്കും ക്യൂസ് ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വായനാ ദിനത്തോടനുബന്ധിച്ച ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വായനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ജൂൺ 19. ആരുടെ സ്മരണാർത്ഥമാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കർ. PN പണിക്കരുടെ മുഴുവൻ പേരെന്ത്? പുതുവായിൽ നാരായണ പണിക്കർ. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നതെന്ന്? ജൂൺ 19 മുതൽ ജൂൺ 25 വരെ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? PN പണിക്കർ. 1926 PN പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്ത്? സനാതന ദർഭം. PN പണിക്കർ ജനിച്ചത് എവിടെ? നീലംപേരൂർ, ആലപ്പുഴ. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? PN പണിക്കർ. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഏത്? ഗ്രന്ഥലോകം. PN പണിക്കർ അന്തരിച്ചതെന്ന്? 1995 ജൂൺ 19. സാക്ഷരതാ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ PN പണിക്കർ സ്ഥാപിച്ച സംഘടന ഏത്? കാൻഫഡ്. കാൻഫഡിന്റെ പൂർണ്ണ രൂപമെന്ത്? കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. കാൻഫഡ് രൂപീകൃതമായതെന്ന്? 1977 ജൂൺ 30. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ആരുടെ സന്ദേശമാണിത്? PN പണിക്കർ. കേരള ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത് എന്ന്? സെപ്റ്റംബർ 14. PN പണിക്കരുടെ സ്മാരകമായി നിലകൊള്ളുന്ന സ്കൂൾ ഏത്? PN പണിക്കർ സ്മാരക സ്കൂൾ, അമ്പലപ്പുഴ. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്ന്? ഏപ്രിൽ 23. PN പണിക്കരുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? 2004 ജൂൺ 19. ഗ്രന്ഥശാല സംഘം സർക്കാർ ഏറ്റെടുത്ത വർഷം? 1977. PN പണിക്കർ ജനിച്ചതെന്ന്? 1909 മാർച്ച് 1.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏത്? നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊൽക്കത്ത. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഫെബ്രുവരി 21. ആരുടെ സ്മരണാർത്ഥമാണ് ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്? ഇതിനുത്തരം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.